ഹലോ. അപ്പോൾ നിങ്ങൾ കുറേ ആയി ബയോളജിനെ പറ്റിയിട്ട് എന്നോട് കമൻറ്റ് ബോക്സിൽ ഇങ്ങനെ ചോദിക്കണം. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു ഷോർട്ട് വീഡിയോ ബയോളജിനെ പറ്റി ഇടാം. ബിക്കോസ് നീറ്റിന് ഏറ്റവും സ്കോർ ചെയ്യാൻ എളുപ്പമുള്ള ഒരു സബ്ജക്റ്റാണ് ബയോളജി ഇഫ് വി ഹാവ് എ വെരി ഗുഡ് പ്ലാൻ. നീറ്റിന് ഏത് ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്താലും 4 മാർക്കാണ് അല്ലേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 180 ക്വസ്റ്റ്യൻസിലെ 90 ക്വസ്റ്റ്യൻസും ബയോളജിയാണ്. ബയോളജി അറ്റൻഡ് ചെയ്താലും 4 മാർക്കാണ്, ഫിസിക്സ് അറ്റൻഡ് ചെയ്താലും 4 മാർക്കാണ്. സോ ബയോളജിക്ക് നമുക്ക് കിട്ടുന്ന 360 മാർക്സ് നമ്മൾ ഒരു കാരണവശാലും കളയാൻ പാടില്ല. ഞാൻ 350 എങ്കിലും വാങ്ങും എന്ന് വിചാരിക്കരുത്. നമ്മളെ മൈൻഡ് സെറ്റ് എന്തായിരിക്കണം, ഞാൻ 360 ഔട്ട് ഓഫ് 360 തന്നെ വാങ്ങും. ബിക്കോസ് ഐ നോ എവറി സിംഗിൾ ലൈൻ ഫ്രം ദ ടെക്സ്റ്റ് ബുക്ക്, സോ ഐ വിൽ ഗെറ്റ് 360 ഔട്ട് ഓഫ് 360. ആ ഒരു കോൺഫിഡൻസ് ദാറ്റ് ഷുഡ് കം ഫ്രം ദ നോളജ് ആൻഡ് ഹാർഡ് വർക്ക്. ഒരു കോട്ടുണ്ട്, ദർ ഈസ് നത്തിങ് ലൈക്ക് സ്മാർട്ട് വർക്ക്. യു ഹാവ് ടു ഡു ഹാർഡ് വർക്ക് for a long time to be able to reach a position to do smart work. നമ്മൾ കുറച്ചധികം കാലം ഹാർഡ് വർക്ക് ചെയ്താലേ നമുക്ക് സ്മാർട്ട് വർക്ക് ചെയ്യാനുള്ള ഒരു പൊസിഷനിൽ നമ്മൾ എത്തൂ എന്നാണ് ആ കോട്ടിൻ്റെ അർത്ഥം. ആക്ച്വലി അത് ശരിയാണെന്ന് എനിക്ക് തോന്നാറുണ്ട്. നമുക്കൊരു സബ്ജക്റ്റ് നല്ലപോലെ അറിയാം, നല്ലപോലെ നമ്മളതിൽ ഹാർഡ് വർക്ക് ചെയ്ത് നമ്മളത് വായിച്ച് ഇഫ് യു ഹാവ് ബീൻ ത്രൂ ദ ലൈൻസ് ഫോർ സോ മച്ച് ടൈം, അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് എഫിഷ്യൻ്റായിട്ട് നോട്ട്സ് ഉണ്ടാക്കാനും നിമോണിക്സ് ഉണ്ടാക്കാനും സ്മാർട്ടായിട്ട് വർക്ക് ചെയ്യാനും ഒക്കെ നമ്മൾ കുറച്ച് കാലം ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ വീഡിയോയിൽ നമുക്ക് 3 ആയിട്ട് തിരിക്കാം. ഒന്നാമത്തേത് ഹൗ ടു റീഡ് NCERT പ്ലസ് ഹൗ ടു മേക്ക് നോട്ട്സ്. രണ്ടാമത്തേത് ഹൗ ടു ഡു സ്മാർട്ട് വർക്ക് ഇൻ ബയോളജി ആൻഡ് ഹൗ ടു ഡു MCQs. സോ ഫസ്റ്റ് വൺ, ഹൗ ടു റീഡ് NCERT പ്ലസ് ഹൗ ടു മേക്ക് നോട്ട്സ്. NCERT നമ്മൾ ഓരോ ലൈന് വായിക്കുമ്പോഴും നമ്മൾ ഒരു എക്സാമിനറിൻ്റെ ഭാഗത്തുനിന്ന് ആലോചിക്കാം. ഓക്കെ, ലൈക്ക് നമ്മളിപ്പോൾ ഒരു സെൻറ്റൻസ് വായിച്ചു, സോ ഇതിന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ പറ്റുമോ, ആ രീതിയിൽ വേണം നമ്മൾ NCERT വായിക്കാൻ. ബയോളജി നമുക്ക് ലൈൻ ബൈ ലൈൻ അറിയണം. ഒരു ഹോൾ ഇയർ എടുക്കുകയാണെങ്കിൽ ഒരു 10 പ്രാവശ്യമെങ്കിലും നമ്മളൊരു ചാപ്റ്റർ വായിച്ചിട്ടുണ്ടാവണം. എക്സാമിൻ്റെ ലാസ്റ്റ് മന്ത് എന്നൊക്കെ പറയുകയാണെങ്കിൽ ഒരു 3 പ്രാവശ്യമെങ്കിലും നമ്മൾ ഓരോ ചാപ്റ്ററും റിവൈസ് ചെയ്ത് അതിൽ തറോ ആയിട്ടുണ്ടാവണം. വി ഷുഡ് നോ ലൈൻ ബൈ ലൈൻ NCERT ഫോർ ബയോളജി. നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാനുള്ള കഴിവ് വേണം. ഓരോന്നിൻ്റെ എക്സാമ്പിൾസും ഓരോ ഫൈലത്തിൻ്റെ എക്സാമ്പിൾസും വി ഷുഡ് നോ ഹൗ ടു ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ദ എക്സാമ്പിൾസ്. അപ്പോൾ അതിനുള്ള ഏറ്റവും നല്ല വഴിയെന്ന് പറയുന്നത് എഫിഷ്യൻ്റായിട്ട് ഷോർട്ട് നോട്ട് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഇത്രയും ചാപ്റ്റേഴ്സ് ഉണ്ട് ബയോളജിയിൽ, ഇതിന് മുഴുവൻ നമ്മൾ എങ്ങനെ ഷോർട്ട് നോട്ട് എഴുതും എന്നുള്ളത്. ഇപ്പോൾ നമ്മളൊരു പ്രിപ്പയറിങ് സ്റ്റേജാണ്. ഇപ്പോൾ നമുക്ക് അത്യാവശ്യം ഷോർട്ട് നോട്ട് എഴുതാനുള്ളൊക്കെ സമയമുണ്ട്. ഞാൻ നിങ്ങളോട് മുന്നത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടില്ലേ, അവസാനത്തെ 2 മാസത്തേക്ക് ഏറ്റവും എഫിഷ്യൻ്റായിട്ട് റിവൈസ് ചെയ്യാനുള്ള സാധനങ്ങളാണ് ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കി വെക്കേണ്ടത്. ബിക്കോസ് ദ ലാസ്റ്റ് 2 months ആണ് നമ്മുടെ റിസൾട്ടിൻ്റെ 90% ഡിസൈഡ് ചെയ്യുന്നത്. നമ്മുടെ ലാസ്റ്റ് 2 മാസമാണ്. അപ്പോൾ നമ്മൾ എഫിഷ്യൻ്റായിട്ട് ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ, എസ്പെഷ്യലി നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ളൊരു ചാപ്റ്റർ ഉണ്ടെങ്കിൽ അതിന് ഷോർട്ട് നോട്ട് ഉണ്ടാക്കണം. അതുപോലെ തന്നെ ബയോടെക്നോളജി, എവല്യൂഷൻ, ഇതിനൊന്നും ഷോർട്ട് നോട്ട് ഉണ്ടാക്കണം എന്ന് ഞാൻ പറയൂല. കാരണം ലൈൻ ബൈ ലൈൻ ക്വസ്റ്റ്യൻസ് അതിനൊക്കെ കുറവാണ്. കൂടുതൽ സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കും. നമ്മുടെ പ്ലാന്റ് കിങ്ഡം, അനിമൽ കിങ്ഡം, അങ്ങനത്തെ എന്താ പറയുക ട്രിക്കി ആയിട്ടുള്ള സെൻറ്റൻസസ് ഉള്ള ചാപ്റ്റേഴ്സ്, അങ്ങനത്തെയൊക്കെ ചാപ്റ്റേഴ്സാണ്, ജെനറ്റിക്സ്. അപ്പോൾ ഇതിനൊക്കെ പറ്റുവാണെങ്കിൽ ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കണം. പേഴ്സണലി എനിക്ക് ഏറ്റവും കൂടുതൽ എപ്പോഴും നെഗറ്റീവ് വരുന്നത് പ്ലാന്റ് ഫിസിയോളജി എന്ന് പറഞ്ഞിട്ട് കുറച്ച് ചാപ്റ്റേഴ്സ് ഉണ്ടല്ലോ, ആ ഒരു ഹോർമോൺസിൻ്റെ ചാപ്റ്റേഴ്സ്, പിന്നെ അതിൻ്റെ ട്രാൻസ്പോർട്ട്, ഈ ഒരു യൂണിറ്റ് ആയിരുന്നു. അപ്പോൾ ഇതിനെ ഞാൻ കുറേ കാലം ഞാൻ നോട്ട്സ് ഉണ്ടാക്കാതെ അതങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ടും എനിക്കതിന് നെഗറ്റീവ് വരുമായിരുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഈ പ്ലാന്റ് ഫിസിയോളജിക്ക് ലൈൻ ബൈ ലൈൻ നോട്ട്സ് ഉണ്ടാക്കി. അതുപോലെ തന്നെ സെക്ഷൽ റീപ്രൊഡക്ഷൻ, ഫ്ലവറിങ് പ്ലാന്റ്സ്, ഈ പ്ലാന്റ്സ് ആയിട്ട് വരുന്ന കുറേ ബോട്ടണിയിലെ മെജോറിറ്റി ഓഫ് ചാപ്റ്റേഴ്സും എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു പേഴ്സണലി. അപ്പം ഞാൻ അതിനെല്ലാം ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. എങ്ങനെ എഫിഷ്യൻ്റായിട്ട് ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കാം എന്നുള്ളത് ഞാൻ ഇപ്പോൾ കാണിക്കാം. സോ ഈ ഒരു ചാപ്റ്റർ വെച്ചിട്ട് നമുക്കൊരു എക്സാമ്പിൾ നോക്കാം എങ്ങനെയാണ് എഫിഷ്യൻ്റായിട്ട് നമ്മൾ ഷോർട്ട് നോട്ട് ഉണ്ടാക്കുന്നത്. ഫസ്റ്റ് നമ്മൾ ഈ ചാപ്റ്റർ വായിക്കുകയാണ്. ഓരോ സെൻറ്റൻസും ഞാൻ പറഞ്ഞു നമ്മൾ എക്സാമിനർ ആലോചിക്കുന്ന പോലെ ആലോചിക്കണം. സോ ഫസ്റ്റ് സെൻറ്റൻസ്, when you look around you will observe different animals with different structures and forms. Is it that important? അല്ല, നമുക്കറിയാവുന്നൊരു സാധനം തന്നെയാണത്. അങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കാനൊരു ചാൻസ് ഉള്ള ഒരു സെൻറ്റൻസ് ഒന്നുമല്ല. അടുത്ത സെൻറ്റൻസ് നോക്കാം. As over a million species of animals have been described till now. അത് ഇമ്പോർട്ടൻ്റ് ആണ്. യെസ്, അതിലൊരു ഫാക്റ്റ് പറയുന്നുണ്ട്, മില്യൺ. സോ മില്യൺ സ്പീഷീസ് ഹാവ് ബീൻ ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. മില്യൺ സ്പീഷീസ് ഹാവ് ബീൻ ഡിസ്ക്രൈബ് ടിൽ നൗ. സോ ദാറ്റ് ഈസ് ദ പോയിൻറ്റ്. സോ അതിൻ്റെ പ്രസക്തി എന്താണെന്ന് ചോദിച്ചാൽ എന്താണ്, ദ നീഡ് ഫോർ ക്ലാസിഫിക്കേഷൻ ബിക്കംസ് ഓൾ ദ മോർ ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഇത്രയും മില്യൺ സ്പീഷീസ് ഡിസ്ക്രൈബ് ചെയ്തത് കൊണ്ട് ദ നീഡ് ഫോർ ക്ലാസിഫിക്കേഷൻ ബിക്കംസ് ഇമ്പോർട്ടൻറ്റ്. സോ ദാറ്റ്സ് വൈ നീഡ് ഫോർ ക്ലാസിഫിക്കേഷൻ, അല്ലെങ്കിൽ ദാറ്റ്സ് വൈ ക്ലാസിഫിക്കേഷൻ ഇസ് ഇമ്പോർട്ടൻറ്റ് എഴുതിയാൽ മതി. ക്ലാസിഫിക്കേഷൻ ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഇതൊരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ചോദിക്കാം. ലൈക്ക് എന്താ പറയുക, ആസ് ദിസ് സെൻറ്റൻസ് ഇത് കൊടുത്തിട്ട് നീഡ് ഫോർ ക്ലാസിഫിക്കേഷൻ ഇസ് ഇമ്പോർട്ടൻറ്റ്, million species have been described. അപ്പോൾ
ബോത്ത് സെൻറ്റൻസസ് ആസ് കറക്റ്റ്, ഇറ്റ് ഇസ് എ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഫോർ ദിസ്, അങ്ങനെ അസേഷൻ റീസണായിട്ട് ചോദിച്ചുകൂടെ. അങ്ങനെ ഓരോ സെൻറ്റൻസും നമ്മൾ ആലോചിക്കണം. ഓക്കെ, അടുത്ത സെൻറ്റൻസ് നോക്കാം. ക്ലാസിഫിക്കേഷൻ ആൾസോ ഹെൽപ്സ് ഇൻ അസൈനിങ് എ സിസ്റ്റമാറ്റിക് പൊസിഷൻ ടു ദ ന്യൂലി ഡിസ്ക്രൈബ്ഡ് സ്പീഷീസ്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. അതൊരു ക്വസ്റ്റൻ ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. യെസ്, ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് വേണമെങ്കിൽ ചോദിക്കാം. അതായത് ന്യൂലി ഡിസ്ക്രൈബ്ഡ് സ്പീഷീസിന് സിസ്റ്റമാറ്റിക് പൊസിഷൻ അസൈൻ ചെയ്യാൻ ക്ലാസിഫിക്കേഷൻ ഹെൽപ്പ് ചെയ്യുന്നു. സോ ഹെൽപ്പ് ഇൻ അസൈനിങ് systematic position. So this is the word systematic position ആർക്ക് newly described species. അടുത്ത ഹെഡിങ് നമുക്ക് എന്താ പറയുക, ടെക്സ്റ്റിലുള്ള പോലെ തന്നെ ഹെഡിങ് എഴുതാം, ബേസിസ് ഓഫ് ക്ലാസിഫിക്കേഷൻ. എന്നിട്ട് അതിൻ്റെ താഴെ നമുക്ക് എന്തെങ്കിലും ശ്രദ്ധിക്കേണ്ട പോയിന്റ്സ് ഉണ്ടോ അത് എഴുതാം. ഓക്കെ, ഇൻസ്പൈറ്റ് ഓഫ് ഡിഫറൻസസ് ഇൻ സ്ട്രക്ചറൽ ഫോം ഓഫ് ഡിഫറെൻറ്റ് അനിമൽസ്. അപ്പോൾ ഓരോ അനിമൽസും ഡിഫറെൻ്റ് ആണ് എങ്കിലും ദർ ആർ ഫണ്ടമെൻ്റൽ ഫീച്ചേഴ്സ് കോമൺ ടു വേരിയസ് ഇൻഡിവിജ്വൽസ്. അപ്പോൾ ഓരോ ഇൻഡിവിജ്വൽസിനും കോമൺ ആയിട്ട് കുറച്ച് ഫണ്ടമെൻ്റൽ ഫീച്ചേഴ്സ് ഉണ്ട് എന്നാണ് പറയുന്നത്. സോ ഇത് മേ ബി നമുക്ക് ചോദിക്കാം. അപ്പം ഇത് എഴുതണമെന്ന് അത്ര നിർബന്ധമില്ല ഈ കൺസെപ്റ്റ് നിങ്ങളുടെ മൈൻഡിലുണ്ടെങ്കിൽ, പക്ഷേ അല്ലെങ്കിൽ എഴുതാം ഫണ്ടമെൻ്റൽ ഫീച്ചേഴ്സ് കോമൺ ആണ് എന്ന് എഴുതാം. എന്നിട്ട് എന്തൊക്കെയാണ് ഫണ്ടമെൻ്റൽ ഫീച്ചേഴ്സ്, ഒന്നല്ലെങ്കിൽ ഇങ്ങനെ എഴുതാം, ഏതൊക്കെയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ള ഫണ്ടമെൻ്റൽ ഫീച്ചേഴ്സ്. അല്ലെങ്കിൽ ഏറ്റവും നല്ലതെന്ന് പറയുന്നത് താഴോട്ട് എഴുതുന്നതാണ്. ഓക്കെ, അതായത് അറേഞ്ച്മെൻറ്റ് ഓഫ് സെൽസ്, ബോഡി സിമെട്രി, അങ്ങനെ എഴുതാം. അപ്പം നമ്മൾ ഇൻട്രൊഡക്ഷന് പോലും ഇത്രയും ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണ് നമ്മൾ എഴുതാൻ. അതുപോലെ തന്നെ ഇപ്പോൾ അത് ഒരു സെൻറ്റൻസിൻ്റെ ബാക്കിയാണ്, അതുകൊണ്ടാണ് ഞാൻ വേറെ കളറൊന്നും ഉപയോഗിച്ച് എഴുതാത്തത്. അപ്പോൾ സെക്ഷൽ റീപ്രൊഡക്ഷൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ഓരോ എക്സാമ്പിൾസും ഇങ്ങനെ താഴോട്ട് എഴുതാം. താഴോട്ട് ഒരു കളറിൽ എക്സാമ്പിൾസ് ഒക്കെ ഒരു ചാപ്റ്ററിൽ ഒരു കളർ കൊണ്ട് എഴുതാം. ഓക്കെ, പ്ലാന്റ് കിങ്ഡം ആണ്, അല്ലെങ്കിൽ സെക്ഷൽ റീപ്രൊഡക്ഷൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ്, പ്ലാന്റ് ഫിസിയോളജി, ഇങ്ങനത്തെ ബോട്ടണിയിൽ കുറേ എക്സാമ്പിൾസ് ഉണ്ടല്ലേ. അപ്പോൾ അവിടെയൊക്കെ നമുക്ക് താഴോട്ട് ഒരു സെയിം കളർ ഒരു ചാപ്റ്ററിലെ എല്ലാ എക്സാമ്പിൾസും, അല്ലെങ്കിൽ നമ്മുടെ ഷോർട്ട് നോട്ട്സിലെ എല്ലാ എക്സാമ്പിൾസും നമ്മൾ സെയിം കളറിൽ എഴുതാം. അപ്പോൾ നമുക്കൊരു ഫോട്ടോഗ്രാഫിക് മെമ്മറി ഉണ്ടാവും. അതുപോലെ തന്നെ താഴോട്ട് എഴുതുക. അപ്പോൾ നമുക്ക് ഒരു എക്സാമ്പിൾ നമ്മൾ വിട്ടു പോകില്ല. ഓക്കെ, ഇപ്പോൾ ഒരു 10 എണ്ണം കൊടുത്തിട്ട് ഇതിൽ എത്ര എണ്ണമാണ് ഇന്ന ഫൈലത്തിൽ വരുന്നത്, ഇന്ന കിങ്ഡത്തിൽ വരുന്നത്, അങ്ങനെയൊക്കെ ചോദിച്ചാലും നമുക്ക് എഴുതാൻ പറ്റണമെങ്കിൽ നമുക്ക് ഓരോ എക്സാമ്പിൾസ് അറിയണ്ടേ, എന്നാലല്ലേ നമുക്ക് കറക്റ്റ് ഓപ്ഷൻ മാർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. താഴോട്ട് എഴുതാം, ഒരു സെയിം കളറിൽ എഴുതാം. ഇതുപോലെ തന്നെ അടുത്ത എല്ലാ ഹെഡിങ്സും നമ്മൾ എഴുതാം. അപ്പോൾ ഈ ഒരു അനിമൽ കിങ്ഡത്തിൽ എനിക്ക് സ്പെഷ്യലി നിങ്ങളോട് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിനകത്ത് നമ്മൾ ആദ്യം ഈ ഇൻട്രൊഡക്ഷൻ വായിക്കുമ്പോൾ ഈ സിമെട്രി, ഡിപ്ലോബ്ലാസ്റ്റിക് ഇതൊക്കെ വായിക്കുമ്പോൾ നമുക്ക് ആ കൺസെപ്റ്റ് കിട്ടിയാൽ മതി. ഇതിൻ്റെ എക്സാമ്പിൾസ് ഉണ്ടല്ലോ ഇവിടെ, എങ്ങനെ ട്രൈപ്ലോബ്ലാസ്റ്റിക് അനിമൽസ്, പ്ലാറ്റിഹെൽമിന്തസ്, ഇത് സംഭവങ്ങളൊക്കെ നമ്മളവിടെ ഒന്ന് ഹോൾഡ് ചെയ്യാം കേട്ടോ. എന്നിട്ട് എല്ലാ ഫൈലംസും നമ്മൾ ഫൈലം ബൈ ഫൈലമായിട്ട് പഠിച്ചു കഴിഞ്ഞ് വരുമ്പോൾ എന്നിട്ട് നമ്മൾ ആ ഇൻട്രൊഡക്ഷനിലുള്ള എക്സാമ്പിൾസും കാര്യങ്ങളും നോക്കുക. അപ്പോൾ നമുക്ക് നല്ലൊരു ക്ലിയർ പിക്ചർ കിട്ടും. ഓക്കെ, നമുക്ക് ഓരോ ഫൈലായിട്ട് നോക്കാം. ഫസ്റ്റ് വൺ ഫൈലംസ് എന്താണ്, പൊരിഫെറ കേട്ടോ. നമ്മൾ ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ട് വേണം, നമുക്ക് എത്ര തവണ വേണമെങ്കിലും റിവൈസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഷോർട്ടാക്കിയിട്ട് വേണം നോട്ട്സ് എഴുതാൻ ഞാൻ പറഞ്ഞു. അപ്പോൾ ഫസ്റ്റ് പോയിന്റ് എന്താണ്, ഫസ്റ്റ് സെൻറ്റൻസ് എന്താ, മെമ്പേഴ്സ് ഓഫ് ദിസ് ഫൈലം ആർ കോമൺലി നോൺ ആസ് സ്പോഞ്ചസ്. സോ ദേ ആർ കോമൺലി നോൺ ആസ് സ്പോഞ്ചസ്. സോ യു ക്യാൻ റൈറ്റ് ദ ഫസ്റ്റ് പോയിന്റ് ആസ് ദിസ്, സ്പോഞ്ചസ്. ഓക്കെ, സെക്കൻഡ് പോയിന്റ്, ദേ ആർ ജനറലി മെറൈൻ ആൻഡ് മോസ്റ്റ്ലി അസിമെട്രിക്കൽ. സോ ഇതിനകത്ത് എന്തെങ്കിലും ട്രിക്കി ആയിട്ടുള്ള സാധനം ഉണ്ടോ? യെസ്, ദേ ആർ ജനറലി മെറൈൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ എല്ലാവരും മെറൈൻ ആണെന്ന് നിർബന്ധം പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ദേ ആർ നോട്ട് എക്സ്ക്ലൂസീവ്ലി മെറൈൻ, ദേ ആർ ജനറലി മെറൈൻ. സോ ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതണം? ദേ ആർ ജനറലി മെറൈൻ. ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് എഴുതാം. ഓക്കെ, പക്ഷേ ഇതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാ ഫൈലംസും നമ്മുടെ മനസ്സിൽ നിൽക്കണം. നമുക്ക് ഓരോ ഫൈലംസും കോർഡിനേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരേപോലെയാണ് എല്ലാ ഫൈലത്തിലും എല്ലാം ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കുറച്ചും കൂടെ ഓറിയൻറ്റഡ് ആയിട്ട് എഴുതാം. അതായത് ഇവിടെ നമുക്ക് ഹാബിറ്ററ്റ് എന്ന് കൊടുക്കാം. എന്ന് പറഞ്ഞാൽ ഇത് ഹാബിറ്ററ്റിനെ കുറിച്ചല്ലേ ഇപ്പോൾ പറയുന്നത്, അപ്പോൾ ഹാബിറ്ററ്റ് എന്ന് കൊടുക്കാം കേട്ടോ. ഹാബിറ്ററ്റ് ജനറലി മറൈൻ. ഓക്കെ, അടുത്തത് എന്താണ്, അടുത്ത കാര്യം എന്താ പറയുന്നത്? ദേ ആർ മോസ്റ്റ്ലി അസിമെട്രിക്കൽ. എല്ലാവരും അസിമെട്രിക് ആണെന്ന് പറഞ്ഞോ? ഇല്ല, മോസ്റ്റ്ലി അസിമെട്രിക്കൽ. സോ ഇതൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുണ്ട്. നമ്മളിത് ചുമ്മാ വിട്ട് കളയരുത്. ഇങ്ങനത്തെ സാധനങ്ങളും അസിമെട്രിക്കൽ, മെറൈൻ എന്നൊക്കെ പറഞ്ഞ് വിട്ട് കളയരുത്. കാരണം നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് ചോദിക്കുന്നത് എക്സ്ക്ലൂസീവ്ലി മെറൈൻ ആണ് സ്പോഞ്ചസ്, ട്രൂ ഓർ ഫോൾസ്, അല്ലെങ്കിൽ ഒരു കുറേ സ്റ്റേറ്റ്മെൻറ്റ്സ് കൊടുത്തിട്ട് എത്ര എണ്ണം ട്രൂ ആണെന്നൊക്കെ ചോദിക്കത്തില്ലേ. അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് ഓരോ സെൻറ്റൻസും ഓരോ വേർഡ്സും നമുക്ക് അറിയണം. എസ്പെഷ്യലി നമുക്ക് ഞാൻ പറഞ്ഞില്ലേ, ഒരു സെൻറ്റൻസ് വായിക്കുമ്പോൾ എക്സാമിൻ്റെ പോലെ ചിന്തിക്കണം. സോ ഇത് മോസ്റ്റ്ലി അസിമെട്രിക്കൽ ആണ്. ഇറ്റ്സ് നോട്ട് ലൈക്ക് എവ്രി വൺ ഈസ് അസിമെട്രിക്കൽ. സോ മോസ്റ്റ്ലി അസിമെട്രിക്കൽ ആണ്. ആൻഡ് ഇവിടെ നമ്മൾ എന്താ പറയുന്നത്, ആക്ച്വലി വാട്ട് ഈസ് ദിസ്? ദിസ് ഇസ് സിമെട്രി. വി ടോക്കിംഗ് അബൌട്ട് സിമെട്രി. സോ മോസ്റ്റ്ലി അസിമെട്രിക്കൽ ആണ്. അടുത്തത്, ദീസ് ആർ പ്രിമിറ്റീവ് മൾട്ടി സെല്ലുലാർ അനിമൽസ് and have a cellular level of organization. So primitive multicellular എന്ന് പറയുന്നത് സ്പോഞ്ചസിന് മാത്രമായിട്ടുള്ള ഒരു സെൻറ്റൻസ് ആണ്. സോ അത് നമുക്കൊരു സ്റ്റാർ ഇട്ടിട്ട് ആ ഒരു സെൻറ്റൻസ് മാത്രം എഴുതാം. പ്രിമിറ്റീവ് മൾട്ടി സെല്ലുലാർ, ദേ ആർ പ്രിമിറ്റീവ്. ഓക്കെ, എവല്യൂഷനിൽ ആ തുടക്കത്തിലുണ്ടായിരുന്ന അനിമൽസ് ആണ്. സോ പ്രിമിറ്റീവ് മൾട്ടി സെല്ലുലാർ അനിമൽസ് എഴുതാം. അടുത്തത്, ദേ ഹാവ് സെല്ലുലാർ ഓർഗനൈസേഷൻ.
സോ ഇവിടെ നമ്മൾ എന്താ പറയുന്നത്, ഓർഗനൈസേഷനെ പറ്റിയിട്ടാണ് പറയുന്നത്. ഓക്കെ, എന്താണ് സ്പോഞ്ചസ് ഹാവ് എ വാട്ടർ ട്രാൻസ്പോർട്ട് സിസ്റ്റം ഓർ കനാൽ സിസ്റ്റം. സോ അവർക്ക് മാത്രമുള്ള ഒരു സ്പെഷ്യൽ സാധനമാണ് വാട്ടർ ട്രാൻസ്പോർട്ട് സിസ്റ്റം ഓർ കനാൽ സിസ്റ്റം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ഇട്ട് എഴുതാം. ഇതിനകത്ത് നിഡേറിയയിൽ വരും, നിഡേറിയ അല്ല, സ്റ്റാർ ഫിഷിൻ്റെ ഒരു ഫൈലം വരുന്നുണ്ടല്ലോ, അവിടെ വാട്ടർ വാസ്കുലാർ സിസ്റ്റം വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് വ്യക്തമായിട്ട് അറിയണം വാട്ടർ ട്രാൻസ്പോർട്ട് സിസ്റ്റം ഏതാണ്, വാട്ടർ വാസ്കുലാർ സിസ്റ്റം ഏതാണെന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിന് രണ്ട് പേരുണ്ട്, വാട്ടർ ട്രാൻസ്പോർട്ട് ഓർ കനാൽ സിസ്റ്റം, ഇങ്ങനെ എഴുതാം. സോ ദിസ് ഈസ് ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. അപ്പോൾ അടുത്ത സെൻറ്റൻസ് ഇതിനെ പറ്റിയിട്ടാണ്, എന്താണ് വാട്ടർ ട്രാൻസ്പോർട്ട് സിസ്റ്റം, അതിൻ്റെ ഫംഗ്ഷൻസ് എന്താണ്, അത് ഇതിലൂടെയാണ് പോകുന്നതെന്നൊക്കെ പറയും. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം, ഒരു സ്പോഞ്ച് വരയ്ക്കുക. അടുത്ത സെൻറ്റൻസ് വായിച്ച്, വാട്ടർ എൻറ്റേഴ്സ് ത്രൂ മൈന്യൂട്ട് പോർസ് ഓസ്റ്റിയ ആൻഡ് ദ ബോഡി വാൾ ഇൻ ടു എ സെൻട്രൽ ക്യാവിറ്റി സ്പോഞ്ചോസിൽ ഫ്രം വേർ ഇറ്റ് ഗോസ് ഔട്ട് ത്രൂ ഓസ്കുലം. അപ്പോൾ ഇത് ഓർത്തിരിക്കാൻ ഏറ്റവും നല്ല വഴി എന്താണ്, ഇതൊരു നമ്മളിത് വായിക്കുമ്പോൾ തന്നെ നമുക്കൊരു ഇമാജിനേഷൻ വരുന്നില്ല, അത് നമ്മളങ്ങോട്ട് വരയ്ക്കാം. എൻറ്റേഴ്സ് ത്രൂ ഓസ്റ്റിയ, അപ്പോൾ ഈ സാധനമാണ് ഓസ്റ്റിയ. ഓക്കെ, enters through ostia into a space called spongiosele. സോ ഈ സ്പേസിന് പറയുന്ന പേരാണ് സ്പോഞ്ചോസീൽ. പുറത്തോട്ട് എങ്ങനെയാണ് പോകുന്നത്, ത്രൂ ഓസ്കുലം. സോ അപ്പോൾ ഈ ഒരു പിക്ചർ വരച്ചാൽ തന്നെ നമുക്ക് ഈ 3 സെൻറ്റൻസ് എഴുതേണ്ട ആവശ്യമില്ല. അടുത്ത സെൻറ്റൻസ് പറയുന്നത് എന്താ, ഇതിൻ്റെ ഫംഗ്ഷൻസ് ആണ്. അപ്പോൾ 3 ഫംഗ്ഷൻസ് പറയുന്നുണ്ട്. സോ നമുക്ക് ഇങ്ങനെ എഴുതാം, അല്ലെങ്കിൽ ഒരു സണ്ണിനെ പോലെ ഇട്ടിട്ട് എഴുതാം. ഇത് കുറച്ചുകൂടെ നല്ലതായിരിക്കും. എന്തൊക്കെയാണ് ഫംഗ്ഷൻസ്, ഒന്ന് ഫുഡ് ഗ്യാതറിങ്, അടുത്തത് റെസ്പിറേറ്ററി എക്സ്ചേഞ്ച്, അടുത്തത് റിമൂവൽ ഓഫ് വേസ്റ്റ്. ഓക്കെ, അടുത്തത് കോയാനോസൈറ്റ് ഓർ കോളർ സെൽസ് ലൈൻ ദ സ്പോഞ്ചോസിൽ. ഓൾറെഡി നമ്മൾ സ്പോഞ്ചോസിൽ വരച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു സെൽസ് ഇവിടെ ഇങ്ങനെ വരച്ചിട്ട് അതിന് കോയാനോസൈറ്റ്സ് ഓർ കോളർ സെൽസ് എന്ന് പേര് കൊടുക്കുക. അപ്പോൾ 2 പേരും നമുക്കറിയണം, എത്ര പേരുകൾ നമ്മുടെ ടെക്സ്റ്റിലുണ്ടോ എന്ന് നമുക്കറിയണം, കോയാനോസൈറ്റ്സ് ഓർ കോളർ സെൽസ്. അടുത്തത് എല്ലാ ഫൈലത്തിലും വരുന്ന നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു പോയിന്റാണ്. ഒന്ന്, ഡൈജഷൻ ഈസ് ഇൻട്രാ സെല്ലുലാർ. സോ നമുക്ക് ഫൈലംസ് തമ്മിൽ കമ്പയർ ചെയ്യാം, എല്ലാ ഫൈലത്തിലും പറയുന്ന ഒരു പോയിന്റാണ് ഇത്. അപ്പോൾ നമുക്ക് ഗ്രീനിൽ എഴുതാം, ഡൈജഷൻ ഈസ് എങ്ങനെയാണ്, ഇൻട്രാ സെല്ലുലാർ ആണ്, ഇൻട്രാ സെല്ലുലാർ. ഓക്കെ, അടുത്ത പോയിന്റ് സ്പോഞ്ചസിന് മാത്രമായിട്ടുള്ളതാണ്. കോയാനോസ് എന്താണ്, ബോഡി സപ്പോർട്ടഡ് ബൈ എ സ്കെലിറ്റൻ. സോ ബോഡി ഇസ് സപ്പോർട്ടഡ് ബൈ എ സ്കെലിറ്റൻ. ഓക്കെ, ദാറ്റ് സ്കെലിറ്റൻ ഇസ് മെയ്ഡ് അപ്പ് ഓഫ് വാട്ട്, സ്പിക്യൂൾസ് ഓർ ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് സ്പോഞ്ചിൻ ഫൈബേഴ്സ്. സ്പിക്യൂൾസ് ഓർ സ്പോഞ്ചിൻ ഫൈബേഴ്സ്, ഈ 2 പേരും നമുക്കറിയണം, സ്പിക്യൂൾസ് ഓർ സ്പോഞ്ചിൻ ഫൈബേഴ്സ്. ഓക്കെ, ഇത് നമ്മുടെ സ്പോഞ്ചസിന് മാത്രമുള്ള ഒരു പ്രത്യേകതയാണ്. അടുത്തത് എല്ലാവർക്കും നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഫീച്ചറാണ്, എന്താണ്, സെക്ഷുവാലിറ്റി. സോ നമ്മൾ സെക്ഷുവാലിറ്റി എന്ന് എഴുതാം, എന്നിട്ട് എന്താ എഴുതാം, സെക്സസ് ആർ നോട്ട് സെപ്പറേറ്റ്, ദേ ആർ ഹെർമാഫ്രോഡൈറ്റ്സ്. ഹെർമാഫ്രോഡൈറ്റ് എന്താണെന്ന് നമുക്ക് വ്യക്തമായ ധാരണയുണ്ടെങ്കിൽ അതിൻ്റെ എക്സ്പ്ലനേഷൻ എഴുതേണ്ട ആവശ്യമില്ല, ഇല്ലെങ്കിൽ സെക്സസ് ആർ നോട്ട് സെപ്പറേറ്റ് എന്ന് എഴുതാം. ഓക്കെ, what you mean by hermaphrodite? Eggs and sperms are produced by the same individual. Sponges reproduce sexually. അടുത്തത് reproduction. ഇത് നമ്മൾ കമ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഫീച്ചറാണ്. അപ്പോൾ നമുക്ക് ഗ്രീനിൽ എഴുതാം, റീപ്രൊഡക്ഷൻ എങ്ങനെയാണ്, അസെക്ഷുവൽ. സോ ഈ ഒരു ഡൈജഷൻ ഈസ് ഇൻട്രാ സെല്ലുലാർ, റീപ്രൊഡക്ഷൻ ഇസ് അസെക്ഷുവൽ. അതുപോലെ തന്നെ സെല്ലുലാർ ഓർഗനൈസേഷൻ, സിമെട്രി, ഇതൊക്കെ എന്താണ്, നമ്മൾ ഓരോ ഫൈലംസും പഠിക്കുമ്പോൾ നമ്മൾ പുറകിലുള്ളതായിട്ട് കമ്പയർ ചെയ്ത് നമ്മൾ ഓർത്തിരിക്കാം നമുക്ക്. അപ്പം അതിന് വേണ്ടിയിട്ട് അതൊക്കെ ഒരു പാറ്റേണിൽ എഴുതാം. കണ്ടോ, ഇതൊക്കെ ഞാൻ ഒരു പാറ്റേണിൽ എഴുതിയിരിക്കുന്ന, സിമെട്രി, ഹാബിറ്ററ്റ്, ഓർഗനൈസേഷൻ, ഡൈജഷൻ, സെക്ഷുവാലിറ്റി, റീപ്രൊഡക്ഷൻ. ഓക്കെ, ഫ്രാഗ്മെന്റേഷൻ. അപ്പോൾ അസെക്ഷൽ റീപ്രൊഡക്ഷൻ ബൈ ഫ്രാഗ്മെന്റേഷൻ. അപ്പോൾ അസെക്ഷൽ റീപ്രൊഡക്ഷൻ മാത്രമാണോ, അല്ല, സെക്ഷൽ റീപ്രൊഡക്ഷനും ഉണ്ട്. ഓക്കെ, ബൈ എങ്ങനെയാണ്, ഫോർമേഷൻ ഓഫ് ഗാമീറ്റ്സ്. ഫെർട്ടിലൈസേഷൻ എങ്ങനെയാണ്, ഇന്റേണൽ ഫെർട്ടിലൈസേഷൻ. അടുത്തത് ഡെവലപ്മെന്റ് ആണ്. ഡെവലപ്മെന്റ് എങ്ങനെയാണ്, ഇതും ഒരു കമ്പയറിംഗ് ഫീച്ചറാണ് കേട്ടോ. ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് എങ്ങനെയാണ്, ഇൻഡയറക്റ്റ് ആണ്. അപ്പോൾ ഇൻഡയറക്റ്റ് ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ ഡയറക്റ്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്യല്ല. അപ്പോൾ അതിനെന്തുണ്ടാവും, ഒരു ലാർവൽ സ്റ്റേജ് ഉണ്ടാവില്ലേ? യെസ്, ലാർവൽ സ്റ്റേജ്. സോ അബൌട്ട് ലാർവൽ സ്റ്റേജ് ഇസ് മെൻഷനിങ് ഇൻ ദ ടെക്സ്റ്റ് ബുക്ക്, ദാറ്റ് ഈസ് ഇറ്റ് ഇസ് മോർഫോളജിക്കലി, ഫങ്ഷണലി അല്ല, മോർഫോളജിക്കലി എന്ന് പറഞ്ഞാൽ നേരിട്ട് കാണാൻ ഇറ്റ് ഈസ് ഡിസ്റ്റിങ്ക്റ്റ് ഫ്രം അഡൾട്ടുമായിട്ട് ബന്ധമില്ല. ഓക്കെ, ഡിസ്റ്റിങ്ക്റ്റ് ഫ്രം അഡൾട്ടായിട്ട് വ്യത്യാസമുള്ള ഒരു ലാർവയാണെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് എക്സാമ്പിൾസ് എഴുതാം. സോ എക്സാമ്പിൾസ് എങ്ങനെ എഴുതണം, ഞാൻ പറഞ്ഞു, എക്സാമ്പിൾസ് എഴുതുമ്പോൾ വേറെ ഒരു കളറിൽ എഴുതാം. എക്സാമ്പിൾസ് എന്തൊക്കെയാണ്, സൈക്കോൺ, അതിൻ്റെ വേറൊരു പേരാണ് സ്കൈഫ. സോ അത് ബ്രാക്കറ്റിൽ എഴുതാം, താഴെ എഴുതാം, സ്പോഞ്ചില്ല, ഫ്രഷ് വാട്ടർ സ്പോഞ്ച്. ഇതിനൊക്കെ എന്തെങ്കിലും ഒരു കോഡ് എന്തെങ്കിലും വെക്കാം, സ്പോഞ്ചിയ, എല്ലാത്തിലും സ്പോഞ്ച് എന്നുള്ളതുകൊണ്ട് എന്തെങ്കിലും കോഡ് വെച്ച് നമുക്ക് ഓർത്തിരിക്കാം. ആ കോഡ് നമ്മൾ ഉണ്ടാക്കുന്ന കോഡ് സൈഡിൽ തന്നെ ഒന്ന് എഴുതി വെക്കാം കേട്ടോ, കാരണം നമുക്ക് പിന്നെ കോഡ് ഓർമ്മ ഉണ്ടാവില്ല. അപ്പോൾ സൈക്കൺ, സ്കൈഫ രണ്ടിലും വൈ ഉള്ളതുകൊണ്ട് അങ്ങനെ ഓർത്ത് വെക്കാം. ഈ ഫ്രഷ് വാട്ടർ സ്പോഞ്ചില്ല, പോകുമ്പോൾ സ്പോഞ്ച് കൊണ്ടുപോകാതെ പോയി അങ്ങനെ എന്തെങ്കിലുമൊക്കെ, ഞാൻ അങ്ങനെ എൻ്റെ കോഡൊന്നും പുറത്തു വരാൻ പറ്റാത്ത കോഡായതുകൊണ്ട് ഞാൻ പറയുന്നില്ല. അപ്പോൾ അത് പറഞ്ഞ സ്വയം നാണം കെടുത്തേണ്ട ആവശ്യമില്ലല്ലോ.
സോ അപ്പോൾ ഇതിനകത്ത് പിക്ചർ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് ആ പിക്ചർ ഓർത്ത് വെക്കണം കേട്ടോ. സൈക്കൺ ഏതാണ് ഇങ്ങനെ ആയിരിക്കുന്നത്. അപ്പോൾ സൈക്കണിൻ്റെ പിക്ചർ ഒന്ന് വേണമെങ്കിൽ വരച്ച് വെച്ചോ. അടുത്തത് സ്പോഞ്ചില്ല. സ്പോഞ്ചില്ല എങ്ങനെ ഇരിക്കുന്നത്? ഇതാണ് സ്പോഞ്ചില്ല. അപ്പോൾ സ്പോഞ്ചില്ലയാണ് ഇങ്ങനെ ഇരിക്കുന്നത്, ഇങ്ങനെ 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 ഇങ്ങനെ. അടുത്തത് യു സ്പോഞ്ചിയാണ് ബാത്ത് സ്പോഞ്ച്. അപ്പോൾ ബാത്ത് സ്പോഞ്ചിനെ പോലെ തന്നെ കാണാനുണ്ടെന്ന് ആലോചിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ഓർത്ത് വെക്കാം കേട്ടോ. അപ്പോൾ ഇത്രയാണ് ഇപ്പോൾ നമ്മൾ പൊരിഫെറയെ പറ്റി എഴുതിയിട്ടുള്ളത്, ഇത്രയും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമ്മളൊരു പേജ് മടക്കിയിട്ട് അതിൻ്റെ ഈ സൈഡിൽ ഒരു ഫൈലം, അതുപോലെ തന്നെ ഈ സൈഡിൽ ഒരു ഫൈലം, ഈ സൈഡിൽ ഒരു ഫൈലം എഴുതിയിട്ടുണ്ടെങ്കിൽ നമുക്ക് 3 ഫൈലം ഒരു പേജിൽ തന്നെ എഴുതാം. ഓക്കെ, നമ്മളിപ്പോൾ ഇത് പഠിക്കുകയാണെങ്കിൽ നമുക്ക് നോക്കുമ്പോൾ തന്നെ ഓരോന്നും കിട്ടും. ഹാബിറ്റൽ ജനറലി, മെറൈൻ, സിമെട്രി, അസിമെട്രിക്കലാണ്. അപ്പോൾ നമ്മൾ പഠിക്കുമ്പോൾ ഇതിങ്ങനെ മാർക്ക് ചെയ്ത് പോകാം, അസിമെട്രിക്കൽ ഹൈലൈറ്റ് ചെയ്ത് പോകാം. പ്രിമിറ്റീവ് മൾട്ടിസെല്ലുലാർ ഹൈലൈറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം അത് ഇതിന് മാത്രമുള്ള ഒരു സ്പെഷ്യാലിറ്റിയാണ്. പക്ഷേ എല്ലാവർക്കും നമുക്ക് കമ്പയർ ചെയ്യുന്ന ഫീച്ചേഴ്സ് നമുക്ക് ഹൈലൈറ്റ് ചെയ്യാം. ഇൻട്രാ സെല്ലുലാർ, ലൈക്ക് അസെക്ഷലും ഉണ്ട് സെക്ഷലും ഉണ്ട് ഓർത്ത് വെക്കുക. ഫെർട്ടിലൈസേഷൻ ഇൻറ്റേർണൽ ആണെന്ന് ഓർത്ത് വെക്കുക. ഇത് രണ്ടും ഇൻഡയറക്റ്റ്. അപ്പോൾ രണ്ടിലും ഇൻറ്റേർണലും ഇൻഡയറക്റ്റും ഉണ്ട്. പിന്നെ ഓരോന്നും സൈക്കൺ സ്കൈഫാണ്, സ്പോഞ്ചിൽ യു സ്പോഞ്ചിയാണ്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ. അപ്പോൾ ഇങ്ങനെ കമ്പയർ ചെയ്ത് പഠിക്കേണ്ടതും അല്ലാത്തതും. പിന്നെ ഈ 2 പേരുകൾ സ്പിക്യൂൾസ്, സ്പോഞ്ചൻ ഫൈബേഴ്സ്, ആനോസൈറ്റ്സ്, കോളോസെൽസ്, 3 ഫങ്ഷൻസ്, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് വെക്കുക. അപ്പോൾ ഈ ഒരു പിക്ചർ മെമ്മറി ആയിരിക്കും നമുക്ക് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെ എല്ലാവരും അടിപൊളിയായിട്ട് നോട്ട് ചെയ്തെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇങ്ങനെയാണെങ്കിൽ നമുക്ക് കുറേ തവണ റിവൈസ് ചെയ്യാനും പറ്റും. ഇതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ വന്നാൽ നമുക്ക് തെറ്റില്ല. അപ്പോൾ ഇതുപോലെ നിങ്ങൾ എല്ലാ ഫയലും പഠിച്ചിട്ട് നിങ്ങളോട് ടീച്ചർ വന്ന് ചോദിക്കുകയാണ് ഇന്ന ഫൈലത്തിൻ്റെ ഫെർട്ടിലൈസേഷൻ എന്താണ്, ഇന്ന ഫൈലത്തിൻ്റെ ഡെവലപ്മെൻറ്റ് എന്താണ്. അപ്പോൾ നമുക്ക് ആലോചിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരും, അത് നമ്മുടെ ആ പിക്ചർ വരും. അതായത് ഇപ്പോൾ നമ്മൾ അടുത്ത ഫൈലം പഠിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ സൈലൻട്രേറ്റ് നിഡേറിയ പഠിക്കുകയാണെങ്കിൽ നിഡേറിയയിൽ നമ്മൾ ഇതുപോലെ ഈ സൈഡിൽ എഴുതൂലേ, ഈ സൈഡിൽ ഇങ്ങനെ നിഡേറിയ നമ്മൾ എഴുതും. അപ്പോൾ എഴുതി കഴിയുമ്പോൾ നമ്മളിങ്ങനെ മനസ്സിൽ നമ്മൾ ഒരു കമ്പാരിസൺ വരും. ഓ, ഇത് ഇൻഡയറക്റ്റ് ആണ്, ഇത് ഡയറക്റ്റ് ആണ്, ഇത് അസെക്ഷലാണ്, ഇത് സെക്ഷലാണ്. ഓക്കെ, ഇത് ഹെർമാഫ്രോഡൈറ്റ് ആണ്, ഇതങ്ങനെയല്ല, ഇത് ഇങ്ങനെയാണ്, ഇത് അങ്ങനെയല്ല. അങ്ങനെ നമ്മൾ ഈ ഒരു മൊത്തം ഫൈലങ്ങൾ തമ്മിൽ നമുക്കൊരു കമ്പാരിസൺ നമ്മുടെ മൈൻഡിൽ തന്നെ വരും. അങ്ങനെ നമുക്ക് എല്ലാം ഓർത്തിരിക്കാൻ പറ്റും. ഓക്കെ, ഇനി ചില ചാപ്റ്റേഴ്സ് ഉണ്ട് നമുക്കിപ്പോൾ മുഴുവനായിട്ട് ഷോർട്ട് നോട്ട് ഉണ്ടാക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. ഇപ്പോൾ എവല്യൂഷൻ എന്ന് പറഞ്ഞ ചാപ്റ്റേഴ്സൊക്കെ ലൈൻ ബൈ ലൈനായിട്ട് അങ്ങനെ ചോദിക്കില്ല. പക്ഷേ ചില സെൻറ്റൻസസ് ഫാക്റ്റുകളിൽ സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് ചോദിക്കുകയും ചെയ്യും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ആ ചാപ്റ്റർ വായിക്കുമ്പോൾ എന്താ പറയുക, അങ്ങനെ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഇല്ല. ഞാൻ പറഞ്ഞല്ലോ, എക്സാമിനറിൻ്റെ കണ്ണുകൊണ്ട് വേണം നമ്മൾ ഓരോ ലൈനും വായിക്കാൻ. അപ്പോൾ അങ്ങനെ തോന്നുന്ന ഇത് ചിലപ്പോൾ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉണ്ട്, അങ്ങനെ തോന്നുന്ന നമ്മൾ അണ്ടർലൈൻ ചെയ്ത് വെക്കാം. അതുപോലെ അതിൽ ഹൈറാർക്കീസ് ഒക്കെ പറയുന്നില്ലേ, എവല്യൂഷൻ്റെ ആ ഒരു സംഭവം, അതൊക്കെ നമ്മൾ സൈഡിൽ ആ ഉള്ള സ്പേസിൽ ബയോളജി ടെക്സ്റ്റിൻ്റെ സൈഡിൽ എഴുതി വെക്കാം. അപ്പോൾ നമുക്ക് ആ സെൻറ്റൻസ്, ഇങ്ങനെയുള്ള സെൻറ്റൻസ് വായിക്കുന്നതിന് പകരം നമുക്ക് ആ ഫ്ലോ ചാർട്ട് വായിച്ചാൽ നമുക്ക് പെട്ടെന്നത് നമ്മുടെ ബ്രെയിനിലോട്ട് പതിയും. പല ടോപ്പേഴ്സും പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു സംഭവമാണ് ഔട്ട് ഓഫ് ടെക്സ്റ്റ് എന്തെങ്കിലും കിട്ടിയാൽ NCERTൻ്റെ സൈഡിൽ എഴുതി വെക്കാൻ. എൻ്റെ പേഴ്സണൽ അഭിപ്രായം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2019 മുതൽ ഔട്ട് ഓഫ് ടെക്സ്റ്റ് നമുക്ക് ഒട്ടും ചോദിക്കാറില്ല. 2025 ആണെങ്കിലും നമുക്ക് ഔട്ട് ഓഫ് ടെക്സ്റ്റ് ചോദിക്കാറില്ല. ഒക്കെ കുറച്ച് ട്രിക്കി ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട് എന്നതിൽ പുറമെ കംപ്ലീറ്റ്ലി ടെക്സ്റ്റിൻ്റെ പുറത്തുനിന്ന് ടെക്സ്റ്റിലില്ലാത്ത ഒരു സംഭവം, ഇല്ലാത്തൊരു കൺസെപ്റ്റ് അങ്ങനെ ചോദിക്കാറില്ല. സോ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, വലിയ വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻസൊക്കെ ആണെങ്കിൽ ഔട്ട് ഓഫ് ടെക്സ്റ്റ് പഠിപ്പിക്കുന്നത് ചിലപ്പോൾ കൂടും. അതായത് ഒരു 50-70 വയസ്സുള്ള ചിലപ്പോൾ ടീച്ചേഴ്സൊക്കെ നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂഷൻസിലുണ്ടെങ്കിൽ അവർ മുന്നേ പഠിപ്പിച്ച് വന്നവരായിരിക്കും. അപ്പോൾ അവർ പഠിപ്പിക്കാൻ തുടങ്ങിയ കാലത്തുണ്ടായിരുന്ന കൺസെപ്റ്റ്സൊക്കെ അവർ നിങ്ങൾക്ക് പഠിപ്പിക്കും. കുറേ എക്സ്ട്രാ പ്ലാൻസ്, കുറേ എക്സ്ട്രാ എക്സാമ്പിൾസ് ഒന്നും NCERTൻ്റെ പുറത്തുനിന്ന് ഒരു സാധനം വരില്ല നീറ്റിന്. അതുകൊണ്ട് ഈ ടോപ്പേഴ്സ് പറയുന്നൊന്നും നോക്കരുത്. ഐ മീൻ ഔട്ട് ഓഫ് ടെക്സ്റ്റ് കിട്ടുന്നതൊക്കെ NCERTൻ്റെ സൈഡിൽ എഴുതി വെച്ച് അതിൽ നിന്ന് എന്തെങ്കിലും ടീച്ചേഴ്സ് ഔട്ട് ഓഫ് ടെക്സ്റ്റൊക്കെ ക്ലാസ്സിൽ എടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നാലെ പോയിട്ട് അല്ലെങ്കിൽ അതിനു വേണ്ടി കുറേ സമയം കളയരുത്. നമ്മുടെ ഹോളി ബുക്ക് എന്ന് പറയുന്നത് ഫോർ ബയോളജി ഇറ്റ്സ് കംപ്ലീറ്റ്ലി NCERT. സോ എങ്ങനെയാണ് സ്മാർട്ട് വർക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അടിസ്ഥാനം തന്നെ നമുക്കൊരു ചാപ്റ്റർ നല്ലപോലെ അറിഞ്ഞിട്ട് നമ്മൾ സ്മാർട്ട് വർക്ക് ചെയ്യുക എന്നുള്ളതാണ്. ബിക്കോസ് ബയോളജി അങ്ങനെയാണ്, നമുക്ക് ലൈൻ ബൈ ലൈൻ അറിയണം. ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു ബുക്ക് എനിക്ക് തോന്നിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെങ്കേജിൻ്റെ ബയോളജി എന്ന് പറഞ്ഞിട്ടൊരു ബുക്ക്, സെങ്കേജിൻ്റെ ബുക്കുണ്ട്. നിങ്ങൾ ആ ബുക്ക് എടുത്തിട്ട് ആദ്യം നോക്കുക. അപ്പോൾ ലൈബ്രറിയിൽ നിന്നൊക്കെ എടുക്കുകയാണെങ്കിൽ ബുക്ക് എടുത്തിട്ട് നോക്കുക ഞാൻ പറയുന്ന ബുക്ക് തന്നെയാണോ എന്ന്. കാരണം സെങ്കേജിൽ തന്നെ കുറേ ബുക്ക്സ് ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അവർക്ക് ടോപ്പിക് വൈസ് ഒരു ബുക്ക് ഉണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ബയോളജിക്ക് ഇപ്പോൾ നമ്മൾ ടെക്സ്റ്റിലാണെങ്കിൽ ഓരോ ഹെഡിങ് ഉണ്ടാവില്ലേ, ഇപ്പോൾ സെല്ലാർ ഓർഗനൈസ്, ഫൈലം പൊരിഫെറ, ഫൈലം നിഡേറിയ, ഇങ്ങനെയൊക്കെ ഒരു ഹെഡിങ്സ് ഉണ്ടാവുമല്ലോ. അങ്ങനെ ഓരോ ഹെഡിങ്സും ഈ ബുക്കിൽ കൊടുത്തിട്ടുണ്ടാവും. എന്നിട്ട് ഒരു പാരഗ്രാഫാണ് NCERTയിലുള്ളതെങ്കിൽ ആ ഒരു പാരഗ്രാഫിൽ നിന്ന് ഓരോ ലൈനിൽ നിന്നും എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കാം എന്നുള്ളത് ഈ ബുക്കിലുണ്ടാവും. അപ്പോൾ ആ ബുക്ക് ചെയ്യുന്നത് എപ്പോൾ ചെയ്യുന്നത്, നമ്മളിപ്പോൾ ഒരു ചാപ്റ്റർ ക്ലാസ്സിൽ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ കൂടെ നമ്മൾ രാത്രി വന്നിട്ട് ആ
ചാപ്റ്റർ നമ്മൾ പഠിക്കുമ്പോൾ അതിൻ്റെ കൂടെ ചെയ്യാൻ ഏറ്റവും നല്ല ബുക്ക് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ആ ബുക്കാണ്. നമ്മളൊരു ലൈൻ വായിച്ചാൽ എത്ര ദിവസം നമ്മുടെ മനസ്സിൽ നിൽക്കും? മാക്സിമം ഒരു ദിവസം. പക്ഷെ നമ്മൾ ഈ ബുക്ക് കൂടെ ചെയ്യുന്ന നമ്മൾ വായിച്ച ഓരോ ലൈൻസും നമ്മൾ ഈ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ആലോചിക്കും. അപ്പോൾ നമ്മുടെ മെമ്മറിയിൽ കൂടുതൽ കാലം അത് ഉണ്ടാവും നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യുകയാണെങ്കിൽ. സോ സെങ്കേജ് ഒരു കൂടെ ചെയ്യാൻ ഏറ്റവും നല്ല ബുക്ക് സെങ്കേജാണ്. അല്ലാണ്ട് സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് നല്ല നല്ല ക്വസ്റ്റ്യൻസ് ഉള്ള ബുക്സൊക്കെ അരിഹന്ത് ഒരു നല്ല ബുക്കാണ്. പിന്നെ ബയോളജി തന്നെ ആണെങ്കിൽ MCQs എന്ന് പറഞ്ഞിട്ട് കുറേ ആപ്പുകൾ. ബയോളജി ആണെങ്കിൽ നമുക്ക് MCQ ചെയ്യാൻ ഒരുപാട് ബുക്സ് ആക്ച്വലി ഉണ്ട്. NCERT ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ ഒരുപാട് ഓപ്ഷൻസ് നമുക്കുണ്ട്. നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട്സിൻ്റെ മൊഡ്യൂൾസ് ഉണ്ടാവും. അതുപോലെ തന്നെ ലൈബ്രറിയിൽ തന്നെ ഒരുപാട് NCERT ബേസ്ഡ് ബുക്സ് ഉണ്ട്. കിട്ടുകയാണെങ്കിൽ ഞാൻ ബുക്സിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. സോ അടുത്തത് MCQ സോൾവ് ചെയ്യുന്നതിനെ പറ്റി. ഇപ്പോൾ MCQ നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ നമ്മൾ 30 മിനിറ്റ് കൊണ്ട് 60 ക്വസ്റ്റ്യൻസ് ചെയ്യാൻ നോക്കണം തുടക്കത്തിൽ. പിന്നെ നമ്മൾ 30 മിനിറ്റ് കൊണ്ട് 70 ക്വസ്റ്റ്യൻസ് ചെയ്യാൻ നോക്കാം. അങ്ങനെ നമ്മൾ ഒരു ടൈം വെച്ചിട്ട് ചെയ്യും. ഞാൻ നിങ്ങളോട് ആദ്യം മുതലേ പറയുന്ന കാര്യമാണ്, നമ്മൾ ഏത് സബ്ജക്റ്റ് ചെയ്യുകയാണെങ്കിലും നമ്മൾ ടൈം വെച്ച് ചെയ്യണം. നമുക്ക് ഒരു ഇമ്പ്രൂവ്മെൻറ്റും ഉണ്ടാവില്ല അല്ലേ. നമ്മൾ എത്ര സമയമെടുത്ത് ചെയ്താലും നമുക്ക് നമ്മളെക്കുറിച്ച് അവയർനെസ് ഉണ്ടാവുക എന്നുള്ളതാണ് നമ്മുടെ ഒരു പ്രിപ്പറേഷനിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. എനിക്ക് എന്തറിയാം, എനിക്ക് എന്തറിയില്ല, എനിക്ക് എന്ത് സ്കില്ലുണ്ട്, എനിക്ക് എന്ത് പറ്റുന്നില്ല, എനിക്ക് എന്ത് പറ്റും നമുക്ക് അറിയണം. ദാറ്റ്സ് ദ ബേസിക് തിങ് വൈൽ യു ആർ പ്രിപ്പയറിങ് ഫോർ എ കോമ്പറ്റേറ്റീവ് എക്സാം. സോ അവനവൻ്റെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ടൈം വെച്ച് തന്നെ ചെയ്യണം. നമ്മൾ ഫിസിക്സ് ഇപ്പോൾ എത്ര ടൈം എടുത്തോട്ടെ നമ്മൾ ടൈം വെച്ച് ചെയ്യണം. ബയോളജിയിൽ നിങ്ങൾ എത്ര എഫിഷ്യൻ്റ് ആണെങ്കിലും നിങ്ങൾ ടൈം വെച്ച് തന്നെ ചെയ്യണം. ഓക്കെ, ഇനി അടുത്തൊരു സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബയോളജിക്ക് നിങ്ങൾക്കൊരു എറർ ബുക്ക് കീപ്പ് ചെയ്യാം. ഒരു ചെറിയ നോട്ട്ബുക്ക് മേടിച്ചിട്ട് നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നിങ്ങളുടെ ടെസ്റ്റുകളിലൊക്കെ നിങ്ങൾക്ക് തെറ്റിപ്പോകുന്ന ക്വസ്റ്റ്യൻസ് എഴുതി വെക്കാനും. അതായത് ഇപ്പോൾ ഒരു NCERTയിലുള്ള അതേ കൺസെപ്റ്റാണ് കുറച്ച് ട്രിക്കി ആയിട്ടാണ് എക്സാമിന് ചോദിച്ചതെങ്കിൽ ആ ഒരു സംഭവം നിങ്ങൾക്ക് എഴുതി വെക്കും. ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ 2 ചാപ്റ്റേഴ്സിനൊക്കെ കണക്ട് ചെയ്തിട്ട് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ്, അങ്ങനെ നിങ്ങൾ ആലോചിച്ചിട്ടില്ല, അങ്ങനെയൊക്കെ ആണെങ്കിൽ നല്ല നല്ല ക്വസ്റ്റ്യൻസൊക്കെ നിങ്ങൾക്ക് ഈ ബുക്കിൽ എഴുതി വെക്കാം. അല്ലെങ്കിൽ പിന്നെ ഈ NCERTൻ്റെ സൈഡിലുള്ള സ്പേസ് ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. അതായത് നിങ്ങൾ തെറ്റിപ്പോയ സാധനങ്ങൾ, ഇപ്പോൾ ഒരു ചാപ്റ്ററിൽ നിങ്ങൾക്ക് 2-3 ക്വസ്റ്റ്യൻസ് തെറ്റിപ്പോയി, അപ്പോൾ ആ തെറ്റിപ്പോയ സാധനങ്ങൾ റെഡ് മാർക്ക് കൊണ്ട് ആ ചാപ്റ്ററിൻ്റെ സൈഡിലുള്ള സ്പേസിൽ തന്നെ എഴുതി വെക്കുക. അപ്പോൾ നമുക്ക് റിവൈസ് ചെയ്യുമ്പോൾ ഇത് എൻ്റെ അന്ന് തെറ്റിയതാണെന്ന് ഓർക്കാം. അടുത്ത ഒരു വെരി ഇമ്പോർട്ടൻറ്റ് കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ ആൻസർ ഷീറ്റ് നമ്മുടെ ടെസ്റ്റ് കഴിഞ്ഞിട്ട് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്യുമ്പോൾ നമ്മൾ തെറ്റിപ്പോയ ക്വസ്റ്റ്യൻസ് മാത്രം നോക്കരുത്, നമ്മൾ ശരിയായ ചോദ്യങ്ങളും നോക്കണം. കാരണം നമ്മൾ അപ്പോഴത്തെ ആ ഒരു എക്സാം എഴുതുന്ന ഒരു മൈൻഡ് അനുസരിച്ചിട്ടാണ് നമ്മൾ അപ്പോൾ അത് മാർക്ക് ചെയ്യുന്നത്. പിന്നെ നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ നമ്മൾ ശരിയായത് നോക്കണം, നമ്മൾ തെറ്റിപ്പോയത് നോക്കണം. കാരണം ഒരു എക്സാമിന് ശരിയായത് നമുക്ക് വേറൊരു എക്സാമിന് സെയിം ചോദ്യം ചിലപ്പോൾ തെറ്റിപ്പോകാം. ആ സമയത്ത് നമ്മൾ ചിന്തിക്കുന്ന രീതി വേറെ ആയിരിക്കും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ശരിയായത് നോക്കണം, നമ്മൾ തെറ്റിപ്പോയത് നോക്കണം. കാരണം ശരിയായ ക്വസ്റ്റ്യൻസ് നോക്കുമ്പോൾ നമുക്ക് പണ്ടൊരു സാർ ഉണ്ടായിരുന്നു. അപ്പോൾ സാറ് പറഞ്ഞൊരു തോട്ടാണിത്. നമ്മൾ ശരിയായൊരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നമ്മൾ ശരിയായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ അനലൈസ് ചെയ്യുമ്പോൾ ബാക്കി 3 ഓപ്ഷൻ എന്തുകൊണ്ട് തെറ്റിപ്പോയി എന്നുകൂടെ ആലോചിക്കാനുള്ളൊരു ഗ്യാപ്പ് നമ്മൾ നമ്മുടെ ബുദ്ധിക്ക് കൊടുക്കുകയാണ് അല്ലേ. അപ്പോൾ നമ്മുടെ മനസ്സിൽ കൂടുതൽ പതിയും, ഇത് ഞാൻ ശരിയാക്കി, ഇത് ഞാൻ തെറ്റാക്കിയില്ല, എന്തുകൊണ്ട് തെറ്റാക്കിയില്ല എന്നുള്ളൊരു തോട്ട് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ വരുമല്ലേ. അപ്പോൾ നമുക്കത് പിന്നെ ഒരിക്കലും തെറ്റൂല. ആ ശരിയാക്കിയ ക്വസ്റ്റ്യൻ പിന്നെ എന്നും ശരിയാവും. 360 ഔട്ട് ഓഫ് 360 വാങ്ങാൻ നോക്കുക. കിട്ടുന്നില്ലെങ്കിൽ എന്തുകൊണ്ട് കിട്ടുന്നില്ല, എത്ര ക്വസ്റ്റ്യൻസ് തെറ്റിപ്പോയി, ശരിയായി, എങ്ങനെ തെറ്റിപ്പോയി, എൻ്റെ ചിന്തയ്ക്ക് അപ്പോൾ എന്താണ് പറ്റിയത്, വാട്ട് ഡിഡ് ഐ തോട്ട് ഇൻ എക്സാം ഹാൾ എന്നൊക്കെ നമ്മൾ അനലൈസ് ചെയ്തിട്ട് നമ്മളെ ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവരിക. മെയിൻ എക്സാമിന് നമ്മൾ 360ൽ കുറഞ്ഞൊരു മാർക്ക് ആരും വാങ്ങരുത്. ഓക്കെ, സോ